ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രോക്കാണ് ഇവിടെ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. 4 വയസ്സുള്ള കുട്ടിയുടെ ഒരു മെഷർമെൻറ്റിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോസ് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മെയിൻ ക്ലോത്ത്, മുകളിലേക്കുള്ള വൈറ്റ് ക്ലോത്ത് എടുത്തിട്ടില്ല, 1/2 മീറ്ററാണ് കേട്ടോ. 1/2 മീറ്റർ മെയിൻ ക്ലോത്ത്, അതുപോലെ 1/2 മീറ്റർ ലൈനിങ് എടുത്തിട്ടുണ്ട്. പിന്നെ നെറ്റ് ഞാൻ എടുത്തിട്ടുള്ളത് 3 മീറ്റർ എടുത്തിട്ടുണ്ട്. അതുപോലെ ലൈനിങ് ഞാൻ 2 മീറ്ററാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 3 മീറ്റർ നെറ്റ് നമ്മൾ സെൻറ്ററിൽ കൂടി കട്ടാക്കുമ്പോൾ ഒരു 6 മീറ്ററോളം നമുക്ക് കിട്ടും, ചെറിയ കുട്ടിയിലെ. അതുകൊണ്ടാണ് 3 മീറ്റർ എടുത്തത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ലൈനിങ് ഇവിടെ മുകൾ വശത്തേക്കുള്ള ലൈനിങ് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ മുകളിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. കഴുത്തിൻ്റെ അകലം ഞാനിവിടെ 2 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. 4 വയസ്സുള്ള കുട്ടിക്ക് 2 ഇഞ്ച് മതിയാവും. അതിനുശേഷം ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു 2 2.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഷോൾഡറിൻ്റെ അളവിലല്ല ഞാൻ എടുക്കുന്നത്, ഞാൻ മാറ്റുന്നുണ്ട്, ഞാനിപ്പോൾ കാണിക്കുന്നതേ ഉള്ളൂ. ഒരു 4 ഇഞ്ച് കൈക്കുഴിയും കൂടി ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലോട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ചെസ്റ്റ് അളവ് വരുന്ന 6 ഇഞ്ചാണ്. ചെസ്റ്റ് അളവ് വരുന്നത് 6 ഇഞ്ചിന് നമുക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ 1.5 ഇഞ്ചായാലും പ്രശ്നമില്ല, 2 ഇഞ്ചായാലും പ്രശ്നമില്ല കേട്ടോ, അതിൽ കുറയണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഫുൾ ബോഡിയുടെ ഫുൾ ലെങ്ത്ത് എടുക്കുന്നത് 9 ഇഞ്ചാണ് കേട്ടോ. നമുക്ക് ബോഡിയുടെ ഫുൾ ലെങ്ത്ത് വേണ്ടേ, അതിൻ്റെ ഒന്നിച്ച് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്താലും മതി. ഞാൻ ആദ്യം 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് പിന്നെ ആദ്യം 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് പിന്നെ 1 ഇഞ്ചിൽ തന്നെ ഞാൻ അത് എടുക്കുന്നുണ്ട് കേട്ടോ. 1 ഇഞ്ച് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ കുട്ടികളായതുകൊണ്ട് വലിയ ഷേപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ അവിടെ താഴ്വശത്തും ഞാനൊരു 6 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. 6 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ തയ്യൽ തുമ്പിനും കൂടി 2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ ഉപയോഗിച്ച് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കൈക്കുഴി നമുക്കൊന്ന് കുഴിച്ചിട്ട് വരച്ച് കൊടുക്കാം കേട്ടോ. അതിങ്ങനെ കണക്കോ കാര്യങ്ങളൊന്നുമില്ല, 1 ഇഞ്ച് മുകളിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ അതൊന്നും എടുക്കുക, അളവും കാര്യങ്ങളും എടുക്കാൻ ജസ്റ്റ് ഇങ്ങനെ കുഴിച്ച് വരച്ച് കൊടുക്കുന്നേ ഉള്ളൂ. മുമ്പിലത്തെ ഫ്രണ്ട് നെക്കിൻ്റെ കഴുത്തിറക്കം ഞാൻ എടുക്കുന്ന 3.5 ഇഞ്ചാണ് കേട്ടോ. ആ 3.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഞാനൊരു സ്ക്വയർ ബോക്സ് കണക്ക് ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം വെക്കുന്നത് 2.5 ഇഞ്ചാണ്. ബാക്ക് വശത്ത് നമ്മൾ സിബ് വെക്കുന്നുണ്ട്, അതുകൊണ്ട് ബാക്ക് വശത്ത് കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ വെക്കുന്നത് 2.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മൾ ഇതേ ഒരു അളവിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു ബോക്സ് കണക്ക് വരച്ച് കൊടുത്തിട്ട് കഴുത്ത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കുക. നമ്മൾ എപ്പോഴും കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക് വശത്തെ കഴുത്തിൻ്റെ അളവിൽ കൂടി വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബാക്ക് വശം മാറ്റിയതിന് ശേഷം ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്യുക. അങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. ബാക്ക് വശം ഞാനൊരു റൗണ്ട് നെക്കിൻ്റെ ഒരു ഷേപ്പ് തന്നെയാണ് കൊടുക്കുന്നത്. ഫ്രണ്ടിൽ ഒരു യു നെക്കല്ല, വി നെക്കും അല്ല, അതുപോലത്തെ ഒരു ഷേപ്പാണ് കൊടുക്കുന്നത്. സ്ട്രെയിറ്റ് വരുന്ന വി അല്ല, ഒരു അതുപോലത്തെ ഒരു ഷേപ്പ്, ജസ്റ്റ് ഒരു ഇങ്ങനെ അങ്ങനത്തെ ഒരു ഷേപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ ആ ഒരു നെക്ക് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ അത് മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഷോൾഡറിൻ്റെ അടുക്കുന്ന ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. എനിക്ക് വലിയ വീതിയുള്ള കൈ വേണ്ട, ചെറിയ ഒരു കൈ, അങ്ങനത്തെ ഒരു സൈസ് കൈ മതി. അതുകൊണ്ട് തന്നെ 1 ഇഞ്ച് അവിടുന്ന് മാർക്ക് ചെയ്തിട്ട് ആ 1 ഇഞ്ചിൽ നിന്ന് നമ്മുടെ ആം ഹോൾ നമ്മൾ വരച്ചില്ലേ അവിടത്തേക്ക് ഇതുപോലെ ഒരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ല വീതിയുള്ള ഷോൾഡറിനൊക്കെ നല്ല വീതി തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത മെഷർമെൻറ്റ് തന്നെ ചെയ്താൽ മതി. എനിക്കിപ്പോൾ അവിടെ അധികം വീതി വേണ്ട, കുറച്ച് വീതി മതി എന്ന് വിചാരിച്ചിട്ട് 1 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ കുഴിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ലൈനിങ് എടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ നീളം എടുക്കുന്ന 16 ഇഞ്ചാണ്. അപ്പോൾ താഴ്വശത്തേക്ക് ഏകദേശം ഒരു 15 ഇഞ്ചോളം മതി. അപ്പോൾ മടക്കി അടിക്കാനും മുകൾ വശത്തേക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഇഞ്ച് അധികം എടുക്കുന്നുണ്ട്. ഒരു 16 ഇഞ്ചോളം മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ
ക്രേപ്പിൻ്റെ ലൈനിങ്ങും അതുപോലെ കോട്ടൻ്റെ ലൈനിങ്ങും 2 ലൈനിങ് എടുക്കുന്നുണ്ട്. 2 ലൈനിങ്ങും ഈ ഒരു 16 ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. നെറ്റ് ഈ ഒരു അളവിലല്ല എടുക്കുന്നത് കേട്ടോ, ലൈനിങ് മാത്രം ഈ ഒരു അളവിലെടുക്കുന്നത്. ഇത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നെറ്റ് എടുക്കുന്ന ഒരു 17.5 ഇഞ്ചിലാണ് എടുക്കുന്നത്. ഒരു 1.5 ഇഞ്ച് അധികം എടുക്കുന്നുണ്ട്. ലൈനിങ്ങിനേക്കാളും കുറച്ച് താഴ്ന്ന് നിൽക്കുന്ന ആ ഒരു ടൈപ്പിലാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1.5 ഇഞ്ച് അധികം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, 17.5 ഇഞ്ച്. അതിന് ശേഷം നമുക്ക് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ നമ്മുടെ ബാക്ക് വശം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. സിബ് വെക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഫ്രണ്ട് വശം എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ബാക്ക് വശത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫോണിൽ ഡിലീറ്റ് ആയി പോയതുകൊണ്ടാണ് കേട്ടോ ഇതിൽ കൊടുക്കാതിരുന്നത്. അപ്പോൾ അതിൻ്റെ നല്ലൊരു ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ, അത് സിബ് എങ്ങനെ വെക്കുക, ഇൻവിസിബിൾ സിബ് എങ്ങനെ വെക്കുന്നുള്ള വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതും ജസ്റ്റ് ഒന്ന് കയറി കണ്ടാൽ ആ ബാക്ക് വശം ഫുൾ എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലാവും. ഫ്രണ്ട് വശം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടാൽ ലൈനിങ്ങിൻ്റെ നെക്ക് മാത്രമേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ഇതിങ്ങനെ നല്ല വൃത്തിയിൽ വെച്ച് കൊടുത്തിട്ട് നല്ല വശം, അതായത് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ലൈനിങ് ഇതുപോലെ വെച്ചിട്ട് ആദ്യം ഒന്ന് നെക്ക് അടിച്ചെടുക്കുക. നെക്ക് നമുക്ക് അരക്ക് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെക്ക് അടിച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം ആ ബാലൻസ് ഉള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ഒരു കട്ട് ഇട്ട് കൊടുക്കുകയല്ലേ, അതുപോലെ ഒരു കട്ടും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ബാക്ക് വശം സിബ് വെച്ചിട്ട് നമ്മൾ കഴുത്തും ഫിനിഷ് ചെയ്തിട്ട് അതുപോലെ ആം ഹോളും നമ്മൾ ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മറച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം കവറായിട്ട് ഉള്ളിലേക്ക് പോകും. അങ്ങനത്തെ രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഫ്രണ്ട് വശം ചെയ്യുന്നത്. പക്ഷേ ഫ്രണ്ട് വശം ചെയ്യുമ്പോൾ ബാക്ക് വശം കൂടി എൻഡോഞ്ച് വെച്ചിട്ട് ഷോൾഡറും കൂടി ജോയിൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്കിത് നെക്ക് ഫുൾ അടിച്ചിട്ടുണ്ട്. നമുക്കിനി ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് കളയാം. നമ്മുടെ ബാലൻസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അവരുടെ അറ്റത്തൊക്കെ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം പതിച്ചടിക്കുന്നില്ല, നമ്മൾ ഡയറക്റ്റ് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുമായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ നല്ല വശത്ത് കൂടിയൊക്കെ സ്റ്റിച്ച് കൊടുക്കുന്നത്. നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യുക. അതിന് മുമ്പ് നമ്മൾ ഈ ഒരു ആം ഹോളിൽ നിന്നാണ് നമ്മളിങ്ങനെ അടിച്ച് വരുന്നത്. ആം ഹോളിൽ നിന്ന് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടം വരെ നമുക്കൊരു സൈഡ് ഇങ്ങനെ അടിച്ചെടുക്കാം. എന്നിട്ട് ആ ഷോൾഡറിൻ്റെ അടുക്ക് എത്താനാകുന്ന സമയത്ത് നമുക്ക് ബാക്ക് വശം എടുത്തിട്ട് ഇതിന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ബാക്ക് വശത്തിൻ്റെ നല്ല വശവും ഫ്രണ്ട് വശത്തിൻ്റെ നല്ല വശവും, അതായത് ഇതാണ് ഫ്രണ്ട് വശത്തിൻ്റെ നല്ല വശം. അതിൻ്റെ ഉള്ളിലേക്ക് ബാക്ക് വശത്തിൻ്റെ നല്ല വശം വരുന്ന രീതിക്ക് വെച്ചിട്ട് ആ ഒരു ഷോൾഡറിൻ്റെ ഉള്ളിലേക്ക് കൂടിയിട്ട് മറ്റൊരു ഷോൾഡർ എടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആം ഹോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഷോൾഡറും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് 2 സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമ്മൾ നേരെയാക്കി കഴിഞ്ഞാൽ പിന്നെ ആദ്യം അതുപോലെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. ചെറിയൊരു കയ്യല്ലേ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അവിടെ 2 സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ എടുക്കേണ്ടത്. ഇതുപോലെ ആം ഹോൾ നമ്മൾ അടിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. മുമ്പ് ഷോൾഡർ വെച്ചിട്ട് നമുക്കൊന്ന് ആം ഹോളിൻ്റെ ഇതിലേ കൂടി അടിച്ചെടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. എങ്ങനെയായാലും പ്രശ്നമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ അടിച്ചെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നും അതുപോലെ അടിച്ചെടുത്താൽ. ഞാനിപ്പോൾ ഇത് 2 ഷോൾഡറും തമ്മിൽ ജോയിൻ്റ് ആക്കിയിട്ട് ആം ഹോളൊക്കെ ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നല്ല വശത്ത് കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ബാക്ക് വശത്താണ് തുടങ്ങുന്നത്. ഇൻവിസിബിൾ സിബ് വെച്ചില്ലേ, അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അവിടെ നിന്ന് ഒരു സൈഡ് തുടങ്ങിയിട്ട് ഫ്രണ്ട് വശത്തെ നെക്കെല്ലാം അടിച്ചിട്ട് അതുപോലെ ആദ്യം ബാക്ക് വശത്തേക്ക് വരുന്നു. അതിന് ശേഷം നമുക്ക് ആം ഹോളിൻ്റെ ആ ഒരു സൈഡും കൂടി നമുക്ക് നല്ല വശത്തേക്ക് കൂടി ഒന്ന് അടിച്ചെടുക്കാം.
അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ നേരത്തെ മെഷർമെൻറ്റ് ചെയ്ത മാർക്കില്ല, അതൊക്കെ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് 2 വള്ളി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റെഡ് കളർ വള്ളി 2 അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇപ്പം നമ്മൾ ഷോൾഡറിൻ്റെ ആം ഹോളിൻ്റെ എടുക്കുന്ന നമ്മൾ അടിക്കാം. താഴേക്ക് എത്തുന്നതിന് കുറച്ച് മുകളിലായിട്ട് നമുക്ക് 2 വള്ളിയും കൂടി വെച്ച് കൊടുക്കാണ്ട്, ഒരു സൈഡിൽ ഒരു വള്ളി വെക്കാം, ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വള്ളിയും കൂടി വെച്ചിട്ട് വേണം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളത് നെറ്റ് എടുത്തിട്ടുണ്ട്. നെറ്റ് നമുക്കൊന്ന് ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. നമുക്കാണ് സ്റ്റിച്ചിൻ്റെ വലിപ്പം മാറ്റിയിട്ട് ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സാധാരണ സ്റ്റിച്ച് നമ്മുടെ തുണിയിലൊക്കെ ചെയ്യുന്നതാണൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരറ്റത്ത് ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കുമായിരുന്നു ഫുള്ളായിട്ട്. അതായത് നമ്മൾ 3 ഇഞ്ച് മെറ്റീരിയലിൽ എടുത്തത്, അത് നമ്മൾ ലെങ്ത്തിനനുസരിച്ച് കട്ട് ചെയ്യുമ്പോൾ 2 പീസ് കിട്ടും. ആദ്യം 2 പീസ് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക. ജോയിൻ ചെയ്തെടുത്തതിന് ശേഷമാണ് ഒരറ്റത്തെ ഇങ്ങനെ ലോങ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഫ്രില്ലിടുന്നത്. ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ഇട്ടില്ലേ, അതിൻ്റെ ബാക്ക് വശത്ത് വരുന്ന ഒരു നൂലുണ്ട്, അത് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ബാക്ക് വശത്ത് വരുന്ന ഒരു നൂലിങ്ങനെ വലിച്ചു കൊടുത്താൽ നമുക്കിങ്ങനെ ചുരുണ്ട് വരും. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ നൂലിങ്ങനെ വലിച്ച് നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്കിങ്ങനെ ഫ്രില്ലിട്ട് എടുക്കാം. ഇതിപ്പോൾ എങ്ങനെ ചെയ്തെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ബോഡി പാർട്ടിൻ്റെ താഴ്വശം നമ്മൾ 2 സൈഡും ജോയിൻ ചെയ്തെടുത്തില്ലേ, താഴ്വശം നമുക്ക് എത്രയാണോ കിട്ടുന്നത് നോക്കാം. അപ്പോൾ അത്ര പോരെ വീതിക്ക് നമുക്കിതിങ്ങനെ ഫ്രില്ലിട്ട് എടുത്തിട്ട് വേണം നമ്മൾ ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത ബോഡി പാർട്ടില്ലേ, അപ്പോൾ അതിൻ്റെ താഴ്വശത്ത് നമുക്ക് ടേപ്പ് ഉപയോഗിച്ചിട്ട് എത്രയാണ് വരുന്നത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഡബിൾ, അതായത് റൗണ്ടിലല്ല നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ഭാഗത്താണ് നമ്മൾ എടുക്കുന്നത്. ഒരു ഭാഗത്ത് ഇങ്ങനെ വയ്ക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത് നോക്കാം. ഏകദേശം ഒരു 11.5 അതിൻ്റെ അടുത്ത് കിട്ടുന്നത്, 11.25 അത്ര പോലെയാണ് കിട്ടുന്നത്. എന്നിട്ട് അതൊന്ന് നമുക്ക് ടേപ്പ് ഒന്ന് 2ആയിട്ടൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ. മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് നോക്കാം. അപ്പോൾ അത്ര പോലെ വീതിക്ക്, അത്ര പോലെ ഇതായിട്ടാണ് നമ്മൾ ഈ ഫ്രില്ലിട്ട് എടുക്കേണ്ടത്. ആ ഫ്രില്ല് അത്ര പോലെ ഇട്ടെടുത്തതിന് ശേഷം, അതായത് ഇങ്ങനെ വലിച്ചെടുക്കൂലേ, അതിന് ശേഷം അത്ര പോലെ ആയിട്ടാകുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു സ്റ്റിച്ച് ആദ്യമേ കൊടുക്കാം കേട്ടോ. അതിന് മുകളിൽ ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് 2ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ആ ഒരു അറ്റം നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ഒരു പാവാടയൊക്കെ അടിക്കുന്ന ആ ഒരു ടൈപ്പിൽ ഈ ഒരറ്റം നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാം ചെയ്തെടുക്കേണ്ടത്. ലൈനിങ് ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ വെച്ച് ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെ ലൈനിങ് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഫ്രില്ലിങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ്. ഈ നെറ്റും വേണമെങ്കിൽ നമുക്കിതുപോലെ ഫ്രില്ലിട്ട് കൊടുക്കാം, അങ്ങനെ പ്രശ്നമില്ല. അപ്പോൾ അതിനേക്കാളും കുറച്ച് എളുപ്പം ഇതുപോലെ സ്റ്റിച്ച് എടുത്ത് ഇങ്ങനെ വലിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫ്രില്ലിടുന്നെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, എങ്ങനെയായാലും പ്രശ്നമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പമായിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്തെടുത്താൽ മതി. ഇതേപോലെ തന്നെയാണ് കോട്ടൻ്റെ ലൈനിങ്ങും ഇതുപോലെ ഇങ്ങനെ ഫ്രില്ലിട്ട് എടുക്കുക. നമ്മൾ ഫുൾ റൗണ്ട് കിട്ടിയില്ലേ, ആ ഒരു റൗണ്ട് വരുന്നത് വരെ നമുക്കിതുപോലെ ഇങ്ങനെ ഫ്രില്ലിട്ടെടുക്കാം.
ഈ ബോഡി പാർട്ടിന് 2 സൈഡും ജോയിൻറ്റ് വരുന്നില്ല, അതിൽ ഒരു സൈഡ് ജോയിൻറ്റ് വരുന്ന ഭാഗം എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ താഴത്തേക്ക് അടിച്ച നെറ്റില്ല, അപ്പോൾ 2 സൈഡ് അതിനും ജോയിൻറ്റ് ഉണ്ടാവുമല്ലോ, ആ ഒരു ജോയിൻറ്റ് വരുന്നത് ഈ ഒരു ജോയിൻറ്റിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം, റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ നെറ്റും ലൈനിങ് രണ്ടും ഒന്നിച്ച് വെച്ചിട്ട് ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കാം. അതിന് ശേഷം വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് ജോയിൻ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ആദ്യം ഞാനിങ്ങനെ നെറ്റ് അടിച്ചു കൊടുക്കുന്നു, അതിന് ശേഷം അതിൻ്റെ മുകളിൽ ക്രേപ്പിൻ്റെ ലൈനിങ് വെച്ച് അടിക്കുന്നുണ്ട്, അതിന് ശേഷം കോട്ടൻ്റെ ലൈനിങ് ഇങ്ങനെയാണ് വെച്ചിട്ട് അടിക്കുന്നത്. അതിന് ശേഷമാണ് അടിവശം മടക്കി അടിച്ചു കൊടുക്കുന്നത്. അടിവശം നമുക്ക് കറക്റ്റ് ലെവലാക്കിയിട്ട് ശേഷം അടിവശം ഒന്ന് രണ്ടായിട്ട് മടക്കി അടിച്ചു കൊടുക്കുക. നെറ്റിൻ്റെ അടിവശം മടക്കി അടിക്കുന്നില്ല, ലൈനിങ്ങിൻ്റെ അടിവശം മാത്രമേ മടക്കി അടിക്കുന്നുള്ളൂ. അപ്പോൾ ഫൈനൽ ലുക്ക് കാണാൻ മറക്കല്ല, ഞാൻ ലാസ്റ്റ് വീഡിയോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇങ്ങനത്തെ വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. താങ്ക്